കഴിഞ്ഞ 13 വർഷമായി അബോധാവസ്ഥയിൽ തുടരുന്ന 32കാരനായ ഹരീഷ് റാണയ്ക്ക് ദയാവധത്തിന് സുപ്രീംകോടതി അനുമതി നൽകി. മകന്റെ ദുരിതാവസ്ഥ കണ്ട് മനം നൊന്ത് മാതാപിതാക്കൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ JB പാഡിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ചരിത്രപരമായ ഉത്തരവ്. 2018 കോമൺ കോസ് വിധിയിലൂടെ സുപ്രീംകോടതി മുന്നോട്ട് വെച്ച പാസീവ് യൂത്തനേസിയ എന്ന നിയമത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്ന ആദ്യ സംഭവമാണിത്. പഞ്ചാബ് സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ 2013 ഓഗസ്റ്റ് 20 ചണ്ഡീഗഡിലെ PG ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്ന് വീണത്. ഗുരുതരമായി തലച്ചോറിലെ പരിക്ക് പറ്റിയിരുന്നു. 100% വൈകല്യവും ബാധിച്ച ഹരീഷ് അന്നു മുതൽ ചലനമറ്റ അവസ്ഥയിലാണ്. നിലവിൽ ഡൽഹി എയിംസിൽ കഴിയുന്ന ഹരീഷിന്റെ ശരീരമാകെ മുറിവുകൾ നിറഞ്ഞ നിലയിലാണ്. ട്യൂബിലൂടെ നൽകുന്ന ഭക്ഷണവും ഓക്സിജൻ ട്യൂബും മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ നേരിട്ട നിയമപോരാട്ടം അങ്ങേയറ്റം വേദനാജനകവും ദീർഘമേറിയതുമായിരുന്നു. 2024 ജൂലൈയിലാണ് മകന്റെ ദുരിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കണമെന്ന ആവശ്യവുമായി അവർ ആദ്യമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്നത്തെ കോടതി വിധി അവർക്ക് തിരിച്ചടിയായി. ഹരീഷ് ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയല്ല ജീവിക്കുന്നത് എന്നതിനാൽ ദയാവധം അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. കൃത്രിമ ശ്വസന സഹായമില്ലാതെ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ചികിത്സ പിൻവലിക്കുന്നത് പാസീവ് യൂത്തനേഷ്യയുടെ പരിധിയിൽ വരില്ലെന്ന് കോടതി വിലയിരുത്തി. തുടർന്ന് 2024 ഓഗസ്റ്റിൽ കേസ് സുപ്രീം കോടതിയിലെത്തിയെങ്കിലും വിധിയിൽ മാറ്റമുണ്ടായില്ല. അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. ഹരീഷിന് ജീവനോടെ നിലനിർത്തുന്നത് വെന്റിലേറ്റർ പോലുള്ള യന്ത്രങ്ങളല്ല എന്നും മറിച്ച് ട്യൂബിലൂടെ നൽകുന്ന ഭക്ഷണമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ ഭക്ഷണം നൽകുന്നത് നിർത്തുന്നത് നിയമവിരുദ്ധമായ ആക്റ്റീവ് യൂത്തനേഷ്യയുടെ പരിധിയിൽ വരുമെന്നായിരുന്നു അന്ന് കോടതി സ്വീകരിച്ച കർക്കശമായ നിലപാട്. എങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ കണക്കിലെടുത്ത് ചികിത്സാ ചെലവുകൾക്കായി സർക്കാരിനോട് സഹായം തേടാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 2025 ഡിസംബറോടെ മാതാപിതാക്കൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായത്. കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ JB പാഡിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഹരീഷിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡുകളെ നിയോഗിച്ചു. ഹരീഷിന്റെ അവസ്ഥ അതീവ ദയനീയമാണെന്നും സുഖപ്പെടാൻ യാതൊരു സാധ്യതയില്ല എന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതിയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു.